തിരിയാം. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ത്രിയേക ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെയും ഏവർക്കും അറിയിക്കും. ദൈവം നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കതൊരിക്കൽ കൂടെ ഏറ്റുപറയുവാൻ ഇന്നും കൃപയും അവസരവും നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞരങ്ങി ദൈവസന്നിധിയിൽ കരയുന്ന ദൈവമക്കൾക്ക് ദൈവം മറുപടികളെ നൽകട്ടെ. ആശ്വാസം, ധൈര്യം, സമാധാനം ഒക്കെ നൽകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന ന്യായവിധികൾ, ആ വിഷയത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മുടെ പഠനത്തിന് ആധാരം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങളിലേക്ക് പോകാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. സ്തോത്രം. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും കൊടുത്തു. ഇവിടെ ന്യായാസനങ്ങൾ, ന്യായവിധിക്കുള്ള അധികാരം, ഇതൊക്കെ നാം കാണുന്നതിൽ നിന്ന് വിവിധ തരത്തിലുള്ള ന്യായവിധികളെ കുറിച്ച് നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണ്. അതിൽ 5 പ്രധാനപ്പെട്ട ഭാവി ന്യായവിധികളെ കുറിച്ചാണ് നാം നോക്കുന്നത്. ആദ്യത്തേത് വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധിയാണ്. അതിൽ വിശുദ്ധന്മാർക്ക് ന്യായവിധിക്ക് ശേഷം നൽകപ്പെടുന്ന പ്രതിഫലങ്ങളെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. 2 തരം പ്രതിഫലങ്ങൾ. ഒന്ന് നഷ്ടം അല്ലെങ്കിൽ ഛേദമുളവാക്കുന്ന തരത്തിലുള്ളതും മറ്റൊന്ന് നേട്ടം ഉളവാക്കുന്ന തരത്തിലുള്ളതും. അതിൽ നേട്ടം ഉളവാക്കുന്ന തരത്തിൽ ഉള്ളതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അതിൽ 2-ാമത്തേതാണ് കിരീടങ്ങൾ, അല്ലെ? കിരീടങ്ങൾ 3 വിധത്തിലെ അല്ലെങ്കിൽ 4 വിധത്തിലെ കിരീടങ്ങളെ കുറിച്ച് കണ്ടു. ജേതാക്കൾക്കുള്ള വിക്ടേഴ്സ്, ജേതാക്കൾക്കുള്ള കിരീടങ്ങൾ, പുരോഹിതന്മാർക്കുള്ളത്, രാജാക്കന്മാർക്കുള്ളത്, പിന്നെ ഒന്ന് മുൾക്കിരീടം. അതിൽ ജേതാക്കൾക്കുള്ള കിരീടങ്ങളാണ് നമ്മുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അത് നേരത്തെ തന്നെ നമ്മൾ ഒരിക്കൽ പഠിച്ചിരുന്നു എന്ന് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം നിങ്ങളിൽ തന്നെ ഒരാൾ എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എല്ലാവർക്കും ഓർമ്മ കാണും, എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും നമ്മളത് പഠിച്ചതല്ലേ. ഓക്കെ, അതുകൊണ്ട് വിശദീകരിക്കാതെ അങ്ങ് പറഞ്ഞു വിടാം. ലഭിക്കുവാനുള്ള പ്രതിഫലങ്ങളായി ലഭിക്കുവാനുള്ള കിരീടങ്ങൾ, അതിൽ 1-ാമത്തേത് നാം കണ്ടു, പ്രശംസാ കിരീടം, ആത്മാക്കളെ നേടുന്നവർക്കായി. 2-ാമത്തേത് നമ്മൾ കണ്ടു, വാടാത്ത കിരീടം, ജയിക്കുന്നവർക്കായി. അത്രയുമായിരുന്നു നമ്മൾ കണ്ടത്. 3-ാമത്തേത് ദ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം അതും നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഫെയർവെൽ അഡ്രസ്സിൽ
വിടവാങ്ങൽ സന്ദേശത്തിൽ പറയുന്നതാണ് 2 തിമോഥെയോസ് 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, പിന്നെ ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ നീതിയുടെ കിരീടം ലഭിക്കുന്നത് ആർക്കാണെന്ന് ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നവർക്കുള്ളതാണ്. സ്തോത്രം. Those who love his appearance. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി അത്യാശയോടെ, അത്യാർത്തിയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, കർത്താവിന്റെ വരവിനെ പ്രിയം വെക്കുന്നവർ, those who love the appearance of Jesus, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവർ. അവിടെ നമ്മൾ കാണുന്നുണ്ട്, നല്ല പോർ പൊരുന്നവർ, ഓട്ടം തികയ്ക്കുന്നവർ, വിശ്വാസം കാക്കുന്നവർ. ഇവർക്കൊക്കെയേ കർത്താവിന്റെ വരവിനെ പ്രിയപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന നീതിയുള്ള കിരീടം, നീതിയുടെ കിരീടം. സ്തോത്രം. എബ്രായർ 3:14, ഹീബ്രൂസ് 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു. വിശ്വാസം കാക്കുന്നവർക്ക് വേണ്ടിയാണ് നീതിയുടെ കിരീടം. ഇവിടെ എബ്രായർ 3:14 നമ്മൾ കണ്ടു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം, എങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ പങ്കുണ്ട്. അപ്പോൾ 2 തിമോഥെയോസ് 4:8 ഞാൻ വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുന്നതിനെ എബ്രായർ 3:14 നമ്മൾ കൂട്ടി ഒന്ന് യോജിപ്പിച്ചതാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തുകൊള്ളുക, സൂക്ഷിക്കുക. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ പെന്തക്കോസ്ത് മണ്ഡലത്തിൽ, കേരള പെന്തക്കോസ്ത് മണ്ഡലത്തിൽ ചൂടുപിടിച്ച ചർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒരു എക്സ് പാസ്റ്ററിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയാൻ ഒക്കത്തില്ല, അദ്ദേഹത്തിന്റെ കുറച്ച് എന്താണ് പറയുന്നത്, പറച്ചിലുകൾ എന്ന് മാത്രം പറയാം. വെളിപ്പെടുത്തലുകൾ എന്ന് പറയുകയാണെങ്കിൽ സത്യങ്ങളെ മറനീക്കി കാണിക്കുന്ന കാര്യമാകണം. അദ്ദേഹം അതല്ല ചെയ്യുന്നത്. 42 വർഷം അദ്ദേഹം IPCയിൽ ശുശ്രൂഷകനായിരുന്നുവെന്ന് പറയുന്നു. ഓർത്തഡോക്സ് വിട്ടുവന്ന അദ്ദേഹം ഓർത്തഡോക്സ് സഭ വിട്ടുവന്നതിൽ ഖേദിക്കുന്നു. പെന്തക്കോസ്തുകാരനായതിലും 42 വർഷം പാസ്റ്റർ ആയിരുന്നതിലും ഖേദിക്കുന്നു എന്ന് പറയുന്ന ആളിന്റെ വാക്കുകൾ വിശ്വാസ്യത ഉള്ളതല്ല. അത് മുഖവിലയ്ക്കെടുക്കുവാൻ കഴിയുന്നതുമല്ല. തന്നെപ്പോലെ ഉള്ളവർക്കുള്ള താക്കീതാണ് ഇവിടെ. ആദ്യ വിശ്വാസം മുറുകെ പിടിക്കാതെ തള്ളിക്കളയുന്നെങ്കിൽ ക്രിസ്തുവിൽ അവർക്ക് പങ്കില്ല, ഓഹരിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. നമ്മുടെ കഴിഞ്ഞ കാല ക്രിസ്തുവില്ലാതെയുള്ള ജീവിതത്തെ വിട്ട് ക്രിസ്തുവിലേക്ക് വന്നതിനെക്കുറിച്ച് ഒരിക്കലും ഓർത്ത് പശ്ചാത്തപിക്കുവാൻ നമുക്കിടയാകരുത്. സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും കർത്താവ് ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമ്മെ നയിച്ചതിൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. സ്തോത്രം. കപ്പകൃഷിക്കാരനായിരുന്ന ഒരാൾക്ക് കർത്താവിൻ്റെ
സന്നിധിയിലേക്ക് വരാനും കർത്താവിൻ്റെ വേലക്കാരനാകുവാനും പതിറ്റാണ്ടുകൾ കർത്താവിനെ സേവിപ്പാനും ഒക്കെ കഴിഞ്ഞതിൽ വാർദ്ധക്യത്തിൽ വന്ന് ഖേദിക്കുന്നെന്ന് പറഞ്ഞാൽ എന്തൊരു വിശ്വാസ പതനമാണെന്ന് ഓർത്തുകൊള്ളണം. ഏറെ ദുഃഖകരമായ ഒരവസാനമാണത്. സ്തോത്രം. ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം നന്നായിരിക്കണം. കുറഞ്ഞപക്ഷം ആദ്യ വിശ്വാസമെങ്കിലും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. അങ്ങനെയുള്ളവർക്കാണ് ഈ നീതിയുടെ കിരീടം ലഭിക്കുവാൻ പോകുന്നത്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 14:22, ആക്ട്സ് 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഈ വിഷയത്തോടതങ്ങ് ചേർത്ത് വെച്ചോണം. വ്യാഖ്യാനിക്കാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. വിശ്വാസത്തിൽ നിലനിൽക്കണം. കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്. സ്തോത്രം. വിശ്വാസത്തിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന ഒരു കൺകോർഡൻസ് തരാനല്ല ഞാനിവിടെ താല്പര്യപ്പെടുന്നത്. എന്നാൽ സത്യവിശ്വാസത്തിലേക്ക്, യൂദയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. 3-ാം വാക്യം, 20-ാം വാക്യം അനുസരിച്ച് അതിവിശുദ്ധ വിശ്വാസം. രണ്ടും കൂടെ ചേർത്താണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. യൂദ 3-ാം വാക്യവും 20-ാം വാക്യവും കൂടെ ചേർത്താണ് സാധാരണ പറയാറുള്ളത്. ചേർത്ത് പറയുമ്പോഴാണ് എന്ത് പറയുന്നത്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിലനിൽക്കണം. കഷ്ടങ്ങൾ വരും, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരും, ഒറ്റപ്പെടുത്തലുകൾ വരും, ഭീഷണികൾ വരും. പക്ഷേ അതിൻ്റെ ഒന്നും മുമ്പിൽ പതറരുത്, നിലനിൽക്കണം. സ്തോത്രം. നമ്മുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ പൂർത്തിയായി എന്ന് വരില്ല. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചതും പ്രതീക്ഷിച്ചതും പൂർണ്ണമായി എന്ന് വരില്ല. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം ദൈവം ചെയ്തതുപോലെ ഈ പ്രാവശ്യം ചെയ്യണമെന്നില്ല. ഓർമ്മ കാണും പൗലോസ് അപ്പോസ്തലന്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ തന്റെ കാരാഗ്രഹവാസം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിലാണ്. ഫസ്റ്റ് ഇംപ്രിസൺമെന്റ് ഓഫ് പോൾ ഇൻ ആക്ട്സ് 16. എത്ര മണിക്കൂർ കിടന്നു? എത്ര നാൾ കിടന്നു? ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് അദ്ദേഹം ജയിലിലായിരുന്നില്ല. തൻ്റെ കൂട്ടുകാരനായ ശീലാസിനെയും അടിച്ച് ഒരു പരുവാക്കി ജയിലിലിട്ട ആദ്യത്തെ അർദ്ധരാത്രിയിൽ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു തന്നെ വിടുവിച്ചു. 2-ാം പ്രാവശ്യം താൻ യെരുശലേമിൽ അറസ്റ്റിലായി. എന്നിട്ട് യെരുശലേമിലെ പല ജയിലുകളിൽ കിടന്ന് ഒടുവിൽ ദീർഘ അപകടകരമായ യാത്രയും ചെയ്ത് റോമിലെത്തിക്കഴിഞ്ഞ് വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 കൊല്ലം പാർത്തെന്ന് ആക്ട്സ് ലാസ്റ്റ് വേഴ്സ്, അപ്പോസ്തലപ്രവൃത്തികൾ അവസാന അധ്യായം അവസാന വാക്യത്തിൽ കാണും. ആ 2 വർഷത്തിലധികം, ബാക്കി എത്ര മാസം എടുത്തു എന്ന് കണക്ക് കൂട്ടി ചിലപ്പോൾ കിട്ടിയേക്കും, ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ടില്ല. ഏതായാലും 2 കൊല്ലത്തിലധികം 2-ാം പ്രാവശ്യം ജയിലിൽ കിടന്നു. 1-ാം പ്രാവശ്യം ദൈവം ചെയ്ത അത്ഭുതമൊന്നും 2-ാം പ്രാവശ്യം ജയിലിൽ വെച്ച് ചെയ്തില്ല. ആദ്യത്തെ ജയിൽവാസത്തിൽ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു ജയിലിന് പുറത്തു കൊണ്ടുവന്നു. പക്ഷെ 2-ാം പ്രാവശ്യത്തെ ജയിൽവാസത്തിൽ പൗലോസിന് വേണ്ടി ദൈവം അങ്ങനത്തെ ഒരു അത്ഭുതം ചെയ്തില്ല. പക്ഷേ യെരുശലേമിൽ നിന്ന് പല വഴികളിലൂടെ
പല വിസ്താരങ്ങളിലൂടെ, പല യാത്രകളിലൂടെ കൈസരിയിൽ കൊണ്ടുപോയി. കൈസറിന്റെ മുമ്പിൽ നിർത്തി. റോമിൽ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ തന്നെ അദ്ദേഹത്തെ 2 വർഷം ചങ്ങലക്കിട്ട് പാർപ്പിച്ചു. ഒന്നാമത്തെ അത്ഭുതം പോലെ രണ്ടാമത്തെ പ്രാവശ്യം അത്ഭുതം നടന്നില്ല. പക്ഷേ വിശ്വാസം വിട്ടോ? ഇല്ല. അപ്പോഴും പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വീണ്ടും അദ്ദേഹം അറസ്റ്റിലായി. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇല്ല. അത് നമുക്ക് 2 തിമോഥെയോസിൽ കാണാം. രണ്ടാമതും അദ്ദേഹത്തെ റോമിൽ കാരാഗ്രഹത്തിൽ അടച്ചു. ആദ്യത്തെ റോമൻ കാരാഗ്രഹം 2 വർഷത്തിലധികമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മോചനം ലഭിച്ചു, സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിച്ചു. പക്ഷേ 2ാം പ്രാവശ്യം അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം തനിക്ക് അവിടുന്ന് മോചനം ഉണ്ടായില്ല. പിന്നുണ്ടായ മോചനം ദൈവസന്നിധിയിലേക്കായിരുന്നു. തല 2ആയി, ശരീരത്തിൽ നിന്ന് തല വേർപെട്ടു. പാനീയയാഗം പോലെ, സ്തോത്രം, പൗലോസിന്റെ രക്തം ചീന്തി. പക്ഷെ ആ നിമിഷം വരെ പൗലോസ് വിശ്വാസം വിട്ടില്ല, വിശ്വാസം കാത്തു. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, ഉയർച്ചയോ താഴ്ചയോ, ചിലർക്ക് ഉയർച്ച വരുമ്പോഴാണ് വിശ്വാസം വിടുന്നത്, ചിലർക്ക് താഴ്ച ഭവിക്കുമ്പോൾ. രണ്ടായാലും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള പല ഭാഗങ്ങളുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, കഷ്ടങ്ങളുടെ നടുവിലും കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയെ പ്രിയം വെക്കുന്ന വിശുദ്ധന്മാർക്കുള്ളതാണ് നീതിയുടെ കിരീടം. അടുത്തത് ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന കിരീടം ജീവകിരീടമാണ്. എല്ലാ സ്നാനത്തിനും സ്നാനപ്പെടുന്നവരോട് പറയാറുണ്ട്, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ജീവകിരീടം. ആർക്കാ ജീവകിരീടം? മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക്. റെവലേഷൻ 2:10, വെളിപ്പാട് 2:10 മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. മറ്റൊന്ന് യാക്കോബ് 1:12 ജെയിംസ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് മ്യൂട്ടായി പോയല്ലോ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ആർക്കാണ് ജീവകിരീടം? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, പരീക്ഷ സഹിക്കുന്നവർക്ക്, പരീക്ഷകളിൽ തളരാതെ ജയിക്കുന്നവർക്ക്, മരണപര്യന്തം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക്. സ്തോത്രം. ഒരുപക്ഷെ രക്തസാക്ഷിത്വം പോലും വരിക്കേണ്ടി വന്നാലും പരീക്ഷയിൽ തോൽക്കാതെ ജയാളികളാകുന്നവർക്കുള്ള കിരീടം. രക്തസാക്ഷികളാകാൻ പോലും തയ്യാറാകുന്നവർക്ക്. അതാണ് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക. സ്തോത്രം. സ്വാഭാവിക മരണമല്ല അവിടെ, രക്തസാക്ഷിത്വ മരണമാണ്. Even when we go through temptations, just like through fiery furnace, in which sometimes we may endure
martyrdom, but still be faithful to the Lord. മരണപര്യന്തം രക്തസാക്ഷിത്വം ഏൽക്കേണ്ടി വരുമ്പോഴും വിശ്വസ്തരായിരിക്കുന്നവർക്കുള്ള ജീവകിരീടം. കർത്താവിന് വേണ്ടി ജീവനെ വെക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ജീവകിരീടം. സ്തോത്രം. ജീവകിരീടം. അടുത്തത് അഞ്ചാമത്തേത് ക്രൗൺ ഓഫ് ഗ്ലോറി, തേജസിന്റെ കിരീടം. തേജസിന്റെ കിരീടം. 1 പത്രോസ് 5:4 വാക്യത്തിലുണ്ട്. 1 Peter 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. For shepherds, ഇടയന്മാർക്ക് ലഭിക്കുന്ന കിരീടമായിട്ടാണ്. ദൈവജനത്തെ പാലിക്കുന്നവർക്ക്, ദൈവസഭാ പരിപാലനത്തിന് ലഭിക്കുന്ന പ്രതിഫലമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് കൂടുതലും പാസ്റ്റേഴ്സ് ആയിരിക്കും. എന്നാൽ പാസ്റ്റേഴ്സ് മാത്രമായിരിക്കില്ല സഭാ പരിപാലനം. സഭയുടെ പ്രത്യേകാൽ ആത്മീയമായ കാര്യാദികൾക്കു വേണ്ടി തങ്ങളെ തന്നെ കൊടുത്തിട്ടുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. സഭയിൽ ചില സഭകളിൽ അവിടുത്തെ ശുശ്രൂഷകന്മാരായ പാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ സഭയുടെ അഖണ്ഡതയ്ക്ക്, വളർച്ചയ്ക്ക്, ആത്മീയ ഉന്നമനത്തിന്, ഭൗതിക ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ചില കുടുംബങ്ങൾ, ചില വ്യക്തികളൊക്കെ കാണും. പാസ്റ്റേഴ്സ് അവിടെ ഒഫീഷ്യൽ പാസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. പല സഭകളിലും അങ്ങനെയാണ്. അവർ ചിലപ്പം യോഗം നടത്തുകയോ ആശീർവാദം പറയുകയോ എന്തെങ്കിലും ഒരു പ്രസംഗം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ സഭയുടെ പ്രത്യേകമായ പരിപാലനം ഏറ്റെടുത്ത് നടത്തുന്നത് സഭയിലെ ചില സഹോദരങ്ങളാണ്. പാസ്റ്റേഴ്സിനേക്കാൾ അധികം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് സംഘടനാ ഭക്തി കൊണ്ടൊന്നും ചെയ്യുന്നതല്ല. അങ്ങനെയുള്ളവരുണ്ട്. ഇതല്ല വിഷയം. ഞങ്ങളുടെ സഭ, എൻ്റെ സഭ, ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സഭ എന്നൊക്കെയുള്ള നിലയിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ദൈവസഭ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ സഭയുടെ സർവോന്മുഖമായ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളും ഈ കൂട്ടത്തിൽപ്പെടും. സഭാ പരിപാലനം മാതൃകയായിട്ട് ജീവിച്ചുകൊണ്ട്, അവിടെയെല്ലാം പത്രോസ് അക്കാര്യം പറയുന്നുണ്ട്, ദൈവസഭ അല്ലെങ്കിൽ ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി അധ്യക്ഷത ചെയ്യുന്നവരായിരിക്കണം. അപ്പം എല്ലാ പാസ്റ്റർമാർക്കും ഒന്നും ഇത് കിട്ടുമെന്നാരും കരുതരുത്. ദൈവസഭയ്ക്ക് മാതൃകയായിട്ട് ജനത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ പാസ്റ്ററാണെന്നും പറഞ്ഞ് ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടുന്നവരെ അല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട്. സഭയെ അടച്ചു ഭരിക്കുന്നവർ, ഭരണം നടത്തുകയാണവർ അല്ല. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിതം നയിക്കുക. ഒരു അപ്പൻ്റെ ഹൃദയമുള്ള ഇടയന്മാർ, അമ്മയുടെ
വാത്സല്യം ജനത്തോട് കാണിക്കുന്ന ഇടയന്മാർ. ഇതാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. മറ്റ് 4 ശുശ്രൂഷകളിൽ നിന്നും വ്യത്യസ്തമാണത്. അപ്പോസ്തോലിക ശുശ്രൂഷയിൽ നിന്നും, പ്രവാചക ദൗത്യത്തിൽ നിന്നും, സുവിശേഷകന്റെ പ്രവൃത്തിയിൽ നിന്നും, ഉപദേഷ്ടാവിൻ്റെ പ്രവർത്തന അല്ലെ ശുശ്രൂഷ ജീവിത ശൈലികളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ് ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു മാതൃഹൃദയമാവേണ്ടത്. സ്തോത്രം. ഒരമ്മയുടെ ഹൃദയം. ലവിങ് വിത്ത് എ മദേഴ്സ് ഹാർട്ട് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വിത്ത് എ ഫാദേഴ്സ് ഹാർട്ട്. ഇടയവൃത്തി അത് ദൈവത്തിന്റെ സഭയെ സ്നേഹിക്കുന്നവരാകുക. ഞാനൊരു സുവിശേഷകൻ, ഞാനൊരു പാസ്റ്റർ ആയിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾ ചിലപ്പോൾ പാസ്റ്റേഴ്സ് ശുശ്രൂഷിക്കുന്ന സഭയെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട്, വളരെ ക്രിട്ടിക്കലായിട്ട്, വിമർശനാത്മകമായിട്ട് സംസാരിക്കും. ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചു, അല്ല, സഭയിൽ അരുതാത്തവരുണ്ട്, ശരിയാ, ആകാത്തവരുണ്ട്. അതന്നും ഉണ്ടായിരുന്നു, ഇന്നും കാണും, എല്ലായ്പ്പോഴും കാണും. പക്ഷേ പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷകൻ താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെക്കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും വളരെ മോശമായിട്ടാകാൻ പാടില്ല. മോശക്കാരുണ്ടാകും, അതുറപ്പാ. അതല്ലാതെ അവരെ ഇടിച്ചു താഴ്ത്തിയും അവരെ പരിഹസിച്ചും ഒന്നും പറയാനും പ്രവർത്തിക്കുവാനും പാടില്ല. ഈ വിശ്വാസികളും ശുശ്രൂഷകനും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവസന്നിധിയിൽ ഇരുകൂട്ടരും പുരോഹിതന്മാരാണ്. പാസ്റ്റേഴ്സും പാസ്റ്റർമാരല്ലാത്ത വിശ്വാസികളും രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ദൈവത്തിന്റെ ജനത്തെ നയിക്കുന്നതിന് യേശുക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് ഒരു പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന്, നേതൃത്വം എന്ന് പറയുമ്പോഴും ആത്മീയ നേതൃത്വം കൊടുക്കുന്നതിന് ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്ന ഒരു കാര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പ്, അത് യേശുക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്തു തൻ്റെ സഭയോട് എങ്ങനെ വർത്തിക്കുമായിരുന്നുവോ, how would Jesus deal with his church? എങ്ങനെ ക്രിസ്തു തൻ്റെ സഭയോട് ഇടപെടുമായിരുന്നുവോ അങ്ങനെ എനിക്ക് ഞാൻ ശുശ്രൂഷിക്കുന്ന, ഞാൻ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന സഭയിൽ ശുശ്രൂഷിക്കണം. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിട്ട് അധ്യക്ഷത ചെയ്യുന്നത്. അവരെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അവർ കണക്ക് കൊടുക്കേണ്ടവരാകയാൽ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇപ്പൊ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ ദൈവ ജനത്തെക്കുറിച്ചുള്ള കണക്ക് കർത്താവിന് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ 13:17 എബ്രായർ 13:17, Hebrews 13:17. Obey your leaders and submit to their authority. They keep watch over you as men who must give an account.
Obey them so that their work will be a joy, not a burden, for that would be of no advantage to you. യഥാർത്ഥ ശുശ്രൂഷകന്മാരെ കുറിച്ച്, they are accountable to God for you. And therefore, true pastors, they always watch the steps of every believer. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും യഥാർത്ഥ ശുശ്രൂഷകൻ ഗൗരവത്തോടെ കാണും. എവിടെയെങ്കിലും തെറ്റിപ്പോകുന്നുവെന്ന് കണ്ടാൽ അവർ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കും. ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടെ അവർക്ക് വേണ്ടി ജാഗരിക്കും. അവർക്ക് മാതൃകയായിട്ട് ജീവിച്ച് കാണിക്കും. ഇതാണ് യഥാർത്ഥത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്. With a purpose of making every man perfect in Christ. ക്രിസ്തുവിൽ ഏവരെയും തികഞ്ഞവരാക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രബോധിപ്പിച്ച്, ഉപദേശിച്ച്, ശാസിക്കേണ്ടിടത്ത് ശാസിച്ച്, മാതൃകയായിട്ട് ജീവിച്ച് ഒക്കെ സഭയെ നയിക്കുന്ന ഇടയന്മാർക്ക്, ഇടയവൃത്തി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് തേജസ്സിന്റെ കിരീടം, ദ ക്രൗൺ ഓഫ് ഗ്ലോറി. ഈ കിരീടങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ഈ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലാണ്. സ്തോത്രം. ഇതാണ് പ്രധാനമായിട്ടും ലഭിക്കുന്ന പ്രതിഫലമായിട്ട് ലഭിക്കുന്ന കിരീടങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം അതിനെക്കുറിച്ച് കാണുന്നത് ദൈവീക പരിജ്ഞാനത്താൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, ദൈവിക പരിജ്ഞാനത്താൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, living and leading a holy life because of the knowledge of God. സ്തോത്രം. 1 Timothy 2:4, 1 തിമോത്തിയോസ് 2:4. മറ്റൊരാൾ എഫേസർ 5:4 കൂടെ വായിച്ചോണം. ആരാജ് ബ്രദർ വായിച്ചോ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. മറ്റൊരാള് എഫേസർ 5:4 വായിച്ചാട്ടെ. Nor should there be obscenity, foolish talk, or coarse joking, which are out of place, but rather thanksgiving. ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് ഗ്രോയിങ് ടു എ ഹയർ ലെവൽ ഓഫ് ഹോളിനെസ്. ഇറ്റ്സ് ഡ്യൂ ടു ദ എക്സ്ട്രീം നോളജ് ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം വിശുദ്ധിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് വളരുന്ന അവസ്ഥയാണ്. ഒരു ഇടയന് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും താൻ ശുശ്രൂഷിക്കുന്ന ജനത്തിൽ പകർന്നു കൊടുക്കേണ്ടതുമായ, ഉണ്ടാകുവാൻ സഹായിക്കേണ്ടതുമായ വിശുദ്ധിയുടെ അനുഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധിയുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിശുദ്ധി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവിക പരിജ്ഞാനത്താൽ. മറ്റൊരു വിശുദ്ധിയുണ്ട്, പെർഫെക്റ്റിംഗ് ഹോളിനെസ് ത്രൂ പെർസിക്യൂഷൻസ്. കഷ്ടങ്ങളിലൂടെ വിശുദ്ധിയെ തികയ്ക്കുന്ന മറ്റൊരനുഭവമുണ്ട്. ഇടയന്മാർക്കുമുണ്ട്, അതുപോലെ തന്നെ
ദൈവജനത്തിനുമുണ്ട്. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ത്രൂ പെർസിക്യൂഷൻസ് ആൻഡ് സഫറിങ്സ്. ജീവിത പ്രശ്നങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെ, പീഡകളിലൂടെയൊക്കെ വിശുദ്ധരായിത്തീരുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. 17-18 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. റോമൻസ് 8:17 and 18. അവിടെ നമ്മൾ കാണുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഒന്നുമില്ല. 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നാം കഷ്ടം അനുഭവിക്കുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ച്. തേജസ്സിന്റെ കിരീടമല്ലേ കിട്ടുന്നേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? We are going to get crown of glory. തേജസ്സിന്റെ കിരീടം. ഈ തേജസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നാം നോക്കുന്നത്. വിശുദ്ധിക്ക് ആനുപാതികമായിട്ടാണ് തേജസ്. The glory is in ratio with holiness in our lives. Yeah. Now holiness, then glory. ഇപ്പോൾ വിശുദ്ധി ആനുപാതികമായി അന്ന് അല്ലെങ്കിൽ അപ്പോൾ തേജസ്. ഈ വിശുദ്ധിക്ക് അടിസ്ഥാനമായ 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ദൈവിക പരിജ്ഞാനം, മറ്റൊന്ന് ദൈവം നമ്മെ കടത്തിവിടുന്ന പരിശോധനകൾ, പ്രതികൂലങ്ങൾ. സ്തോത്രം. 2 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലും പത്രോസ് പറയുന്നുണ്ട്. 2 Peter 2:19-20. They promise them freedom while they themselves are slaves of depravity. For a man is a slave to whatever has mastered him. If they have escaped the corruption of the world by knowing our Lord and Savior Jesus Christ, and They are have again escaped the corruption of this world due to the knowledge of our Savior, Savior Jesus Christ. Jesus Christ. Escaping the corruption of this world because of the knowledge of Jesus Christ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. അപ്പോൾ നമ്മുടെ വിശുദ്ധിക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണമാണ് ദൈവിക പരിജ്ഞാനം. മറ്റൊന്നാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടങ്ങളും ഉപദ്രവങ്ങളുമൊക്കെ. അതൊക്കെ നമ്മെ ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ്. ഈ നിലകളിൽ ഈ ഭൂമിയിൽ കർത്താവിനു വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുകയും കഷ്ടതകൾ സഹിക്കുകയും ദൈവത്തിൻ്റെ ജനത്തെ പാലിക്കുകയും ക്രിസ്തുവിന് പകരക്കാരായി ക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നിത്യതയിലെ പ്രതിഫലമാണ് തേജസ്സിന്റെ കിരീടം. സ്തോത്രം. അപ്പോൾ ഈ പ്രതിഫലങ്ങളെല്ലാം തന്നെ ഒരാൾക്ക് ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും എല്ലാം ലഭിക്കണമെന്നും ഇല്ല. സ്തോത്രം. നമ്മൾ ആദ്യത്തെ ദിവസം അത് പ്രതിഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് 2-ാമത്തെ ദിവസം ചിന്തിച്ചതുപോലെ ഇപ്പോൾ ഒരാൾക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ജീവിക്കാനും ശുശ്രൂഷിക്കാനും ഒന്നും അവസരം കിട്ടാതെ പെട്ടെന്ന് മരിക്കുകയായിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നുമേ പ്രതിഫലങ്ങളായിട്ട് ലഭിക്കുന്നില്ല. നിത്യതയിലെത്തും, പൊൻകിരീടം ലഭിച്ചേക്കാം, കർത്താവിനൊപ്പം വാഴും, അതെല്ലാം ഉണ്ടാകാം.
എന്നാൽ എടുത്തു പറയുന്ന ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് ലഭിച്ചെന്ന് വരില്ല. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന കിരീടം ആത്മാക്കളെ നേടിയിട്ടില്ലാത്തവർക്ക്, സ്പിരിച്വൽ ബാരൻനെസ്, ആത്മീയ വന്ധ്യത അനുഭവിച്ചവർക്ക് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, എന്നാൽ സാധ്യതയുണ്ട് എല്ലാം ലഭിക്കുന്ന ചിലരെങ്കിലും അവിടെ ഉണ്ടാകും. സ്തോത്രം. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതായിരുന്നെങ്കിലും ഒന്നും കൂടെ ഈ വിഷയത്തോട് ചേർന്ന് ഒന്ന് ചിന്തിച്ചു പോയി. നേരത്തെ ചിന്തിച്ചത് കൊണ്ടാണ് കൂടുതൽ അവിടെ നിൽക്കാതെ അല്പം വേഗത്തിൽ നമ്മൾ അവിടെ നിന്നും പോയത്. എന്നാലും എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഈ കിരീടങ്ങളെല്ലാം അക്ഷരീകമായിരിക്കുമോ? തലയിൽ വെക്കുന്ന അക്ഷരീയ കിരീടങ്ങളായിട്ട് അവയെ കാണണമെന്നില്ല. ഉദാഹരണത്തിന് പ്രശംസാ കിരീടം. പൗലോസ് പറയുന്നു, നിങ്ങളാണ് എൻ്റെ പ്രശംസാ കിരീടം. അപ്പൊ നിങ്ങൾ എൻ്റെ പ്രശംസാ കിരീടം എന്ന് പറഞ്ഞാൽ അവരെ എടുത്ത തലയിൽ കിരീടങ്ങളായിട്ട് അണിയുന്നു എന്നല്ലല്ലോ. എന്നാൽ അവിടെ ലഭിക്കുന്ന അംഗീകാരം, അതുകൊണ്ട് ഈ പറയപ്പെടുന്നതെല്ലാം അക്ഷരീയമായിട്ടാണെന്ന് ധരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തേജസ്സിന്റെ കിരീടം, അത് നല്ല തിളങ്ങുന്ന ഒരു കിരീടം തലയിൽ മാത്രം വയ്ക്കുന്ന അവസ്ഥയാകാൻ സാധ്യതയില്ല. ആ വ്യക്തിയുടെ മൊത്തമായ തേജസ്സിനെ കുറിച്ചാകാം. അതുകൊണ്ട് കിരീടം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അംഗീകാരം എന്ന നിലയിൽ മനസ്സിലാക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. അതുകൊണ്ട് ആ പണ്ട് ചിലരൊക്കെ ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പാസ്റ്റർ അവിടെ ചെല്ലുമ്പം തല എത്ര കാണുമെന്ന്. ആദ്യത്തെ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു, അല്ല ഈ 5 കിരീടമില്ലേ, അപ്പൊ ഈ 5 എണ്ണം വെക്കണ്ടേ? ഒറ്റ തലയിലാണോ ഇത് 5ഉം വെക്കുന്നത്, അതോ കിരീടം അനുസരിച്ച് തലയുടെ എണ്ണം കൂടുമോ? ഒറ്റ തലയെ കാണത്തുള്ളൂ. സ്തോത്രം. യേശുക്രിസ്തുവിന് അനേക രാജമുടികളുണ്ടല്ലോ. അതെ, അത് ആ രാജമുടികളുടെ അർത്ഥം നമ്മൾ കണ്ടല്ലോ. അധികാരത്തിന്റെ പരമാധികാരം, സർവാധികാരത്തെ കുറിച്ചാണല്ലോ കാണിക്കുന്നത്. ഒത്തിരി കിരീടങ്ങൾ തലയിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയല്ല. അത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ ലൈറ്റ് പോയി, ക്ഷമിച്ചാലും. എന്തായാലും കുഴപ്പമില്ല, കേൾക്കാമല്ലോ. സ്തോത്രം. ഇപ്പം കേൾക്കാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ അവന്റെ തലയിൽ അനേകം രാജമുടികൾ. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ തലയിൽ ഒത്തിരി അക്ഷരീയ കിരീടങ്ങൾ ഉണ്ടെന്നല്ലല്ലോ. പകരം അത് രാജമുടി, കിരീടം കാണിക്കുന്നത്
അധികാരത്തെയാണ്. അധികാരത്തെ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ധാരാളം അധികാരങ്ങളുടെ പ്രതീകമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അധികാരം അല്ലെങ്കിൽ ഈ കിരീടം എന്നുള്ളത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലമായിട്ട് അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ ചിഹ്നമായിട്ട് നിൽക്കുന്നു. കിരീടങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ ഇക്കാലത്തേക്കാൾ ബോധ്യമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അപ്പോസ്തലന്മാർ എഴുതിയ ആ കാലം. ഇന്നിപ്പം കിരീടം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, അത്ര വലിയ കാര്യമൊന്നും മനസ്സിലാകത്തില്ല. അതേസമയം കാരണം ഇന്ന് നമ്മുടെ ഭരണാധിപന്മാർക്ക് ആർക്കും കിരീടമൊന്നുമില്ല. എന്നാൽ ഇന്ന് കൂടുതലും കസേര എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും. കിരീടമെന്ന് പറയുന്നതിനേക്കാൾ ഇന്നത്തെ സ്ഥിതിയിൽ കസേര എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാകും. എന്നാൽ അന്ന് കിരീടമെന്നും സിംഹാസനമെന്നും ഒക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് അധികാരത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാട് ലഭിച്ചേനെ. അതുകൊണ്ട് ആ നിലയിൽ അവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്രൗൺസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, കിരീടങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേദപുസ്തകം എഴുതപ്പെട്ട ആ കാലത്ത് രാജഭരണം നിലനിന്നിരുന്നപ്പോൾ ഈ കിരീടങ്ങൾക്ക് ഇന്ന് ഉള്ളതിനേക്കാൾ അധികം പ്രസക്തി ഉണ്ടായിരുന്നു. അതവരുടെ അധികാരത്തെ, അധികാര പരിധിയെ ഒക്കെ നിർണയിച്ചിരുന്ന ഘടകങ്ങളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അക്ഷരീയമായ ഇതുപോലെയുള്ള കുറേ കിരീടങ്ങൾ എന്നതിനേക്കാൾ അതിനെ ഈ നിലയിലെ അംഗീകാരമായി, തേജസ്സായി, നിത്യാനന്ദമായി, അതൊക്കെ നിത്യത മുഴുവനും തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ബാഡ്ജ്, എന്തെങ്കിലും ഒരു സൂചന തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. ഇപ്പൊ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ചേഞ്ചസും ഉണ്ടാവത്തില്ലെന്നാണ് ഫസ്റ്റേ. ഫിസിക്കൽ അപ്പിയറൻസിലല്ലേ ചേഞ്ചസ് ഉണ്ടാവുന്നത്? ഇപ്പൊ തേജസ് തന്നെ എനിക്കും ഡോക്ടർ സാജുവിനും ഫിസിക്കൽ അപ്പിയറൻസിൽ എങ്ങനെ വ്യത്യാസം വരുന്നത്? തേജസ് കൊണ്ടാണ്. ഫിസിക്കൽ അപ്പിയറൻസിലുണ്ട് വ്യത്യാസം. അക്ഷരിക കിരീടം തലയിൽ വെക്കുന്ന കാര്യം ആണ് നമ്മൾ പറഞ്ഞത്. പൗലോസ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ 15. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിത്യതയിൽ എത്തുന്ന എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല. ഫിസിക്കൽ അപ്പിയറൻസിൽ അതുകൊണ്ട് വ്യത്യാസമുണ്ട്, തേജസ്സും ഉണ്ട്. ഈ മിലിറ്ററിയിലുള്ളവർക്കൊക്കെ കിട്ടുന്ന ബാഡ്ജസ് പോലെയൊക്കെ വ്യത്യാസം കാണും. ഒരു പക്ഷേ ആകാം. വിശിഷ്ട സേവ, അവരുടെ സീനിയോറിറ്റി, എവിടെയെല്ലാം അവർ സർവീസ് ചെയ്തു എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ബാഡ്ജസ് ഉണ്ട് അവർക്ക്, പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒക്കെ. അതുപോലെ നിത്യത മുഴുവനും നാം കർത്താവിന് വേണ്ടി ചെയ്തതും നേടിയതും കാണുന്ന എല്ലാവർക്കും തിരിച്ചറിയത്തക്കതുപോലെ ഫിസിക്കലായിട്ട്, ബാഹ്യമായിട്ട് തന്നെ അത് തിരിച്ചറിയത്തക്കതുപോലെ ഉണ്ടാവും. ഇന്ന് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നാം 1 യോഹന്നാൻ 3:2, ഇപ്പോൾ നാം ദൈവമക്കൾ ആകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ
പ്രത്യക്ഷമായിട്ടില്ല. നമ്മളിതെല്ലാം പൗലോസ് 1 കൊരിന്ത്യർ 13 പറയുന്നത് പോലെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്ന ഒരു രീതിയിൽ മാത്രമേ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ജിജ്ഞാസ വർദ്ധിക്കട്ടെ, കുഴപ്പമില്ല. Let our eagerness grow, increase, not just to know them, but rather to experience them literally. And that will grow our love for his appearance. That will again help us to gain more glory and rewards. നമ്മളിപ്പം ജസ്റ്റ് കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണുന്നതേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെയൊക്കെ മിററിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്തുവാ, ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? Yeah. Actual image will be different. Yeah. Objects you see in the Yes. mirror may be closer than they appear. കണ്ണാടിയിൽ അതുകൊണ്ടാണ് നമ്മളിപ്പം കാർ ഓടിക്കുന്നവരാണെങ്കിൽ സൈഡ് മിററിൽ കാണുന്നതും അതേ പുറകിൽ വരുന്ന വണ്ടിയെ സെൻട്രൽ മിററിൽ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഒരു രൂപം നമുക്ക് കാണാവുന്നേ ഉള്ളൂ. അതിൻ്റെ ആക്ച്വൽ ശരിയായ വലിപ്പമോ ശരിയായ ദൂരമോ അല്ല നമുക്ക് കണ്ണാടിയിൽ കാണാൻ പറ്റുന്നത്. പുറകിലൊരു സാധനമുണ്ട്, പുറകിലൊരു വണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അതതിൻ്റെ ശരിയായ രൂപമല്ല. സ്തോത്രം. അത് തന്നെയാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, ദർപ്പണത്തിൽ കാണുന്നത് പോലെ. അത് അതിൻ്റെ ആക്ച്വാലിറ്റി അല്ല, യഥാർത്ഥ ചിത്രമല്ല. ആ യഥാർത്ഥ ചിത്രം നമ്മൾ നേരിൽ കാണുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിങ്ങ് വെളിപ്പെടുത്തി തരാൻ വയ്യായിരുന്നോ? നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞ പോലെയുള്ളൂ, ഭൂമിയിലെ കാര്യം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ സ്വർഗത്തിലേതെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് നമ്മൾ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം പറയും. നിത്യതയെക്കുറിച്ച്, അവസാനിക്കാത്ത നിത്യതയെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മോട് ഒരല്പമേ സംസാരിക്കുന്നുള്ളൂ, അല്പം മാത്രം. അത് നമുക്ക് മനസ്സിലാക്കാൻ അത്രയേ പ്രാപ്തിയുള്ളൂ എന്നതുകൊണ്ട്. രാജാവെന്ന നിലയിൽ ഒരു കിരീടം കിട്ടത്തില്ലേ, ഒരു സ്വർണ്ണ കിരീടം? നമ്മളിപ്പോ പറയുന്ന പോലെ ഒരെണ്ണം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. സ്തോത്രം. ഈ പ്രതിഫല വിഭജനത്തിന് എടുക്കുന്ന ദൈർഘ്യം, how long it may take, probably the whole of the 7 years. ഒരുപക്ഷെ ഭൂമിയിലെ മഹാപീഡനത്തിൻ്റെ ആ 7 വർഷം അല്ലെങ്കിൽ ആ 7 വർഷത്തോളം ഈ ന്യായവിധിയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കാനാണ് സാധ്യത. കാരണം ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയെയും ന്യായം വിധിക്കും, ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറയും. അത്
ഇന്നത്തെ കണക്കിന് നമുക്ക് സമയം കൊണ്ടാണ് അളക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിത്യതയിലേക്ക് അപ്പോഴേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഏകദേശം ഈ 7 വർഷങ്ങൾ ഭൂമിയിൽ മഹാപീഡനം നടക്കുന്ന ഏതാണ്ട് അത്രത്തോളം കാലമായിരിക്കും നമ്മൾ കർത്താവിനോടുകൂടെ ഈ ന്യായവിധിക്ക് വേണ്ടി അവിടെ ആയിരിക്കെ. അതുകൊണ്ട് ഏകദേശം അത്രയും സമയമുണ്ടായിരിക്കും. കർത്താവിന് ഒരു വ്യക്തിയെ ന്യായം വിധിക്കാൻ ഒത്തിരി സമയത്തിന്റെ ആവശ്യമുണ്ടോ? എത്ര പേരുണ്ടാവും അവിടെ? അതിൽ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന്റെ കരങ്ങളിലല്ലേ? ആന്നു. മനുഷ്യനല്ലല്ലോ. അല്ല, പക്ഷെ മനുഷ്യരെയാണല്ലോ വിധിക്കുന്നത്. ഓരോ ദൈവമല്ലയോ വിധിക്കുന്നത്? ഓരോ വ്യക്തികളെയല്ലേ വിധിക്കുന്നത്. ആ വ്യക്തികളെ വിധിക്കുന്ന സമയം ഇന്ന് നമ്മൾ കാലത്തിനകത്തിരുന്നു കൊണ്ട് കാലക്കണക്കാ കൂട്ടുന്നത്. അതുകൊണ്ട് ഈ വരുന്ന എല്ലാവരെയും കൂടെ കോടിക്കണക്കിന് വിശുദ്ധന്മാരെ ഒരു സെക്കൻഡ് കൊണ്ട് ന്യായം വിധിക്കാൻ ദൈവത്തിന് പറ്റും. പക്ഷേ നമ്മളത് കണക്കാക്കുന്നത് കാലക്കണക്കില. ഇന്ന് കാലത്തിൽ ജീവിക്കുന്ന, സമയത്തിനകത്ത് ജീവിക്കുന്ന, ക്ലോക്കിനകത്ത് ജീവിക്കുന്ന നമ്മൾ ഇവിടെ ഈ കാലത്തിൽ ഇരുന്നുകൊണ്ട് ആ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് മാനുഷിക കണക്കിൽ 7 വർഷത്തോളമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞത്. ദൈവമാ വിധിക്കുന്നത്, പക്ഷെ ഓരോരുത്തനെയും വിധിക്കുന്നു. ആ ഓരോരുത്തനെ വിധിക്കുമ്പോൾ ഓരോരുത്തന്റെ മുഴുവൻ കാര്യങ്ങളെയും അവിടെ എടുത്തു പറയുന്നു. ഓരോരുത്തരെ കൂട്ടമായിട്ടല്ല, അവിടെ കളക്റ്റീവായിട്ടല്ല. IPC-കാർ ഇങ്ങോട്ട് മാറട്ടെ, ചർച്ചക്കോടുകാർ ഇവിടെ വരാ, അല്ല, ഓരോരുത്തരെയാ. അതിന് സമയമെടുത്തിരിക്കും. ആ 7 വർഷക്കാലം അതിനുവേണ്ടി തന്നെ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടെ നിത്യത ആരംഭിച്ചിട്ടില്ലാത്തത്. നിത്യത ആരംഭിച്ചു കഴിഞ്ഞേ ഉള്ളൂ കാലക്കണക്കില്ലാത്തത്. 21-ാം അധ്യായത്തിൽ എത്തുന്നത് വരെ വാച്ച് ഉണ്ട് അവിടെ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ക്ലോക്കും വാച്ചും രാവും പകലും ഒക്കെ ഉണ്ട്. ഓരോ വ്യക്തിക്കും അങ്ങനെ ടൈം സ്ലോട്ട് ഒന്നും അനുവദിച്ചിട്ടില്ല. ഡിപ്പെൻസ് അപ്പോൺ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും ഒരാൾക്ക് ഇത്ര സമയം എന്നൊന്നുമില്ല അവിടെ. ഓരോരുത്തരുടെയും ജീവിതം അനുസരിച്ചായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഇൻഡിവിജ്വൽസ്. ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ഒരാളെ ഒരുപക്ഷെ വിധിക്കാൻ 10 മിനിറ്റ്, അല്ലപ്പോട്ടെ 1 മിനിറ്റ് മതിയായിരിക്കും. മറ്റൊരാൾക്ക് ചിലപ്പോൾ 10 മിനിറ്റ് വേണ്ടി വന്നേക്കാം. That may be different. സ്തോത്രം. നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാൻ തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓഫ് കോഴ്സ്, അതിലൊരു തെറ്റുമില്ല. അപ്പോഴാണ് നമുക്കത് നേരിൽ കാണാനും കർത്താവിനോട് കൂടെ ആയിരിക്കാനും ഒക്കെയുള്ള ആ ഒരു വാഞ്ച നമ്മിൽ കൂടുന്നത്. അതിനത് അത്യാവശ്യം തന്നെയാണ്. അതിലൊരു തെറ്റുമില്ല. ഏതായാലും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ
അവിടെ പ്രതിഫലിക്കും. The rewards will be reflected there publicly and all through eternity. ഇനിയും നമ്മളെ അവിടെ കർത്താവ് തൻ്റെ സന്നിധിയിൽ വിളിച്ചു നിർത്തി ജസ്റ്റ് മാനിക്കുന്നേ ഉള്ളെന്നിരിക്കട്ടെ, ആ സദസ്സിൽ നമ്മളെ ഒന്ന് വിളിച്ച് നമ്മുടെ പുറത്തൊക്കെ തട്ടി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് എന്ന് പറയുന്നതേ ഉള്ളൂ എന്നിരുന്നോട്ടെ. എന്നാലും ആ പറയുന്ന കാര്യങ്ങൾ പോലും നിത്യത മുഴുവനും പ്രതിധ്വനിക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇന്ന് നമുക്ക് മറവിയുണ്ട്, അന്ന് മറവി കാണില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ ആ അനന്തത, നിത്യത മുഴുവനും ഒരേപോലെ തന്നെ അവിടെ എത്തുന്നവരുടെ ദൃഷ്ടിയിൽ നിൽക്കും. അതിനൊരിക്കലും ഏറ്റക്കുറച്ചിലുണ്ടാവുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് ബാറ്ററി ചാർജ് ചെയ്തതാണ്. ഏതാണ്ട് 50 മിനിറ്റിനടുത്തേ അതിന് ലൈഫുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുന്നുണ്ടാവും, അതിൻ്റെ ചാർജ് കുറയുന്നതനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ അറിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ, ഒരാള് ശലോമോനൊക്കെ പറയുന്നത് പോലെ നല്ലൊരു മനുഷ്യൻ, ഇനി നമ്മുടെ കൂട്ടത്തിലെ ഒരു മഹാനായ ദൈവദാസൻ, വിശുദ്ധനായിട്ടൊക്കെ ജീവിച്ചയാൾ മരിച്ചു. മരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രമാസികകളിലും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ വളരെ ഗംഭീരമാണ്. ശവമടക്ക് വരെ, അടക്ക് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ അങ്ങനെയായിരിക്കും. അത് കഴിയുമ്പം അദ്ദേഹത്തെ മറക്കാൻ തുടങ്ങും. അദ്ദേഹം വിസ്മൃതിയിലേക്ക് പോകും. അല്ല, ഇനി രാഷ്ട്രീയ നേതാവായിക്കൊള്ളട്ടെ, വിസ്മൃതിയിലേക്ക് പോകും അത്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ പറയുന്ന നിത്യതയിൽ അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ നേരെ തിരിച്ചും ഒരു മനുഷ്യനെക്കുറിച്ച് വളരെ മോശമായ കുറെ കാര്യങ്ങൾ ഒരു കേസിലൊക്കെ അകപ്പെട്ട് നാണം കിട്ടും. എത്ര നാൾ നിൽക്കും ആ നാണവും ആൾക്കാർ അയാളെ കുറ്റം പറഞ്ഞതൊക്കെ? കുറച്ച് ദിവസം. അത് കഴിയുമ്പം താനെ അതെല്ലാം കെട്ടടങ്ങും. അപ്പം ഇപ്പോൾ നമ്മുടെയൊക്കെ ബുദ്ധി മറവിയുള്ളതും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പഴയത് ഇങ്ങനെ അപ്രധാനവും അപ്രസക്തവുമായി തീരുന്നതുമായതുകൊണ്ട് നന്മയായാലും തിന്മയായാലും ഒരു വ്യക്തിയെക്കുറിച്ച് പ്രശംസനീയമായാലും അല്ല വളരെ നിശിതമായ കാര്യങ്ങളായാലും സംഭവിക്കുന്ന സമയത്തൊക്കെ ഒന്ന്, അത് കഴിയുമ്പോൾ ഒക്കെ വിസ്മൃതിയിൽ പോകും. എന്നാൽ നിത്യതയിലോ അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം വേറെ ഒരു ദൃശ്യമായ കാര്യങ്ങളും വിസിബിളായിട്ടുള്ള ഒന്നും കർത്താവ് തരുന്നില്ലെന്നിരിക്കട്ടെ. ആ മഹൽ സദസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് 3-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. ചിലരെ കർത്താവ് മാനിക്കുന്നതിനെ കുറിച്ച്, ഞാൻ അവൻ്റെ പേർ എൻ്റെ പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുൻപാകെ ഏറ്റുപറയും. അപ്പൊ ദൈവം നമ്മെ, അത് നമ്മുടെ പ്രതിഫലത്തിൽ വരുന്ന ഒരു കാര്യമാകട്ടോ, കർത്താവ് നമ്മെ പിതാവിൻ്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും വിശുദ്ധന്മാരുടെ മുമ്പിലും ഏറ്റുപറയുക. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റേതാണ്, ഇവൾ എൻ്റേതാണ്, എനിക്ക് വേണ്ടി ഇന്നതുപോലൊക്കെ ചെയ്തവളാണ്, ഇന്നതുപോലൊക്കെ ജീവിച്ചയാളാണ്, എനിക്ക് വേണ്ടി നിൽക്കാൻ ഇന്നതുപോലെ വില കൊടുത്തയാളാ. ഈ കാര്യങ്ങളൊക്കെ കർത്താവ് അവിടെ പറയുകയാണെങ്കിൽ ആ പറയുമ്പം നമുക്കൊക്കെ തോന്നുന്ന സന്തോഷവും ഈ വ്യക്തിക്ക് തോന്നുന്ന സന്തോഷവും ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് കുറയുമോ? കുറയത്തില്ല.
ആ കർത്താവ് പറയുന്ന അപ്പോഴത്തെ പോലെ തന്നെ നിത്യത മുഴുവനും അത് നിലനിൽക്കും. ഇനിയും അക്ഷരീയമായിട്ടൊരു കിരീടമോ ഒരു സിംഹാസനമോ അക്ഷരീയമായിട്ടൊരു തേജസ്സോ ബാഡ്ജോ സ്റ്റാറോ ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് ഈ പറയുന്ന ഏറ്റുപറച്ചില് ആദരവും മാത്രം മതി. അതേ സ്ഥിതി യുഗായുഗങ്ങൾ വരെ ഒട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, അതിൻ്റെ തീവ്രതയ്ക്ക് കുറവില്ലാതെ നിലനിൽക്കാൻ. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രത്യാശ അത്യധികമായിട്ട് വർദ്ധിക്കട്ടെ. സ്തോത്രം. അക്ഷരികമായാലും അല്ലെങ്കിലും ഇതുപോലെയുള്ള പ്രതിഫലങ്ങൾ നമുക്ക് ലഭിപ്പാനിരിക്കുന്നു. സ്തോത്രം. നമ്മളെക്കാൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവാ. നമ്മളെക്കാൾ ഈ ദിവസത്തിനായിട്ട് കൊതിയോടെ ഇരിക്കുന്നത് നമ്മുടെ നാഥനാ. സ്തോത്രം. തൻ്റെ രക്തത്തിൻ്റെ വിലയെ തനിക്കൊപ്പം അവിടെ നിർത്തി കാണുവാൻ. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ ഒരു വണ്ടിയോ വല്ലോ ഒന്ന് ബുക്ക് ചെയ്തു. ഇന്ന് പലതും ഓൺലൈനിലാണല്ലോ. അപ്പോൾ ഒരു കൊച്ചു സാധനം പോലും പലപ്പോഴും നമ്മൾ വാങ്ങുന്നത് ഓൺലൈനിലാണ്. ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വില കൊടുത്ത സാധനം ഒന്ന് കിട്ടാൻ വേണ്ടി എന്തൊരു കൊതിയാ. അതിനേക്കാൾ എന്ത് വില കൊടുത്ത കർത്താവ് നമ്മളെ വാങ്ങിയത്? ചങ്കിലെ ചോര കൊണ്ടല്ലേ. ആ രക്തത്തിൻ്റെ വിലകളായ നമ്മെ, സ്തോത്രം, തന്നോടനുരൂപരായി തൻ്റെ മുമ്പിലൊന്ന് കാണാൻ നമ്മുടെ കർത്താവ് കൊതിയോടെ കാത്തിരിക്കുക. നമുക്കും ആ ഒരു വലിയ പ്രത്യാശയും കൊതിയും നമ്മളുണ്ടാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. ആ പ്രത്യാശയോടെ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഈ വചനങ്ങളാൽ കർത്താവ് കൃപ ചെയ്യട്ടെ.